ബി ജെ പിയെ പിന്തുണക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി ഇടതിനെയും വലതിനെയും ഞങ്ങൾ പിന്തുണക്കും. തീർച്ചയായിട്ടും ഏത് മുന്നണികളെയും പിന്തുണക്കും. ബി ജെ പിയെ പിന്തുണക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി ഇടതിനെയും വലതിനെയും ഞങ്ങൾ പിന്തുണക്കും. എങ്ങനെ അങ്ങനെ അവർ പറഞ്ഞാലും വോട്ട് ചെയ്യുന്നത് SDPക്കാരാണല്ലോ, അവർക്ക് തീരുമാനം എടുക്കാണല്ലോ. ഈ കേരള സംസ്ഥാനത്ത് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, കേരള സംസ്ഥാനത്ത് LDFും UDFും എന്നാണ് BJPയെ പരാജയപ്പെടുത്താൻ തീരുമാനമെടുത്തിട്ടുള്ളത്? ഒരു ഉദാഹരണം പറഞ്ഞാണ് ഞങ്ങൾ ഒരു ഉദാഹരണം പറയും. കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് BJP ഏറ്റവും വലിയ ശക്തിയാണ് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇത് പ്രവർത്തിക്കുന്നു. ഇവിടെ ഇടതും വലുതും കേരള സംസ്ഥാനത്ത് ഏത് മണ്ഡലങ്ങളിൽ ഏത് തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ ഒരു നിലപാടെടുത്തു? ഒരു ഉദാഹരണം പറയൂ. SDP എടുത്തിട്ടുണ്ട്, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ മണ്ഡലങ്ങളിൽ BJPയെ തോൽപ്പിക്കുന്നതിന് അതാത് മണ്ഡലങ്ങളുടെ പഠനം നടത്തി അവിടെ വിജയിക്കാൻ ഇന്ന പാർട്ടിക്ക് പിന്തുണത്താൽ വിജയിക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ചിട്ടുണ്ട്. LDFിനെ വിജയിപ്പിച്ചിട്ടുണ്ട്, UDFിനെ വിജയിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു നിലപാട് എന്നാണ് എവിടെയാണ് UDF LDF എടുത്തിട്ടില്ല. അപ്പൊ അവർക്കതൊന്നും പറയാനൊരു അവകാശവുമില്ല. ഞങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വർഗീയ ശക്തിയായ BJPക്കെതിരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് പലയിടങ്ങളിൽ ഞങ്ങൾ നിലപാട് സ്വീകരിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വോട്ട് ചെയ്യുന്നതിന് ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഇല്ല, നീക്കുപോക്കുകളില്ല. അത് ഞങ്ങളിപ്പോ മത്സരിക്കുന്ന ഒരു വാർഡിലും ഒരു മുന്നണിയുമായും ഒരു നീക്കുപോക്കില്ല. അങ്ങനെ ഒരു നീക്കുപോക്കിന്റെ ഒരു സാഹചര്യം ഇപ്പൊ നിലവിലില്ല. ഞങ്ങൾ അതിനിവിടെ ശ്രമിച്ചിട്ടുമില്ല, അങ്ങോട്ട് പോയിട്ടുമില്ല. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടേ ഇല്ല, ആരും ഇങ്ങോട്ട് വന്നിട്ടുമില്ല. പിന്നെ വളരെ പ്രാദേശികമായ സ്ഥാനാർത്ഥികളൊക്കെ ബന്ധപ്പെടും, അത് ഞങ്ങൾ പരിഗണിക്കാറുമില്ല. സ്ഥാനാർത്ഥി എന്നതിലപ്പുറത്തേക്ക് ഇത് രാഷ്ട്രീയമായ പോരാട്ടം എന്ന നിലക്ക് പാർട്ടികളുമായിട്ടാണ് നമുക്ക് നിലപാടുണ്ടാകേണ്ടത്. ഒരു സ്ഥാനാർത്ഥി ചിലപ്പോൾ നന്നാവും മോശമാവും, അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഓരോ പഞ്ചായത്തിലെയും രാഷ്ട്രീയ പാർട്ടികളാണ് മത്സരിക്കുന്നത്, അവരുടെ പ്രതിനിധികളാണ്. ആ നിലക്ക് രാഷ്ട്രീയമായിട്ടായിരിക്കും ഞങ്ങളെ അതിൽ വോട്ടിംഗ് എന്ന് തീരുമാനിക്കുക. എങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥികൾ പലരും അപ്രോച്ച് ചെയ്യണം. ഒരു മുന്നണി എന്ന രീതിയിൽ നമ്മളുമായി ഇതുവരെ ആ രീതിയിലുള്ള ഒരു ചർച്ചകളിലേക്ക് പോയിട്ടില്ല. അത് ഞങ്ങളും അങ്ങോട്ട് പോയിട്ടില്ല. ഞങ്ങൾക്കും തന്നെ ഈ പാർട്ടിയെ ജനങ്ങളിലേക്ക് സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടുകൂടി നിലവിലുള്ള സംവിധാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് ആളുകളെ ബോധ്യപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കുന്നത്. എന്നാൽ വളർച്ചയുണ്ട് ഞങ്ങൾക്ക്. അത് നമുക്ക് ഒരു പ്രാദേശികമായ, ഞാൻ പറഞ്ഞല്ലോ, പ്രാദേശികമായാണ് നമ്മൾ പിന്തുണക്കുക. അതാത് പഞ്ചായത്തിന്റെ നിലവാരം അനുസരിച്ചാണ്, അല്ലെങ്കിൽ ആ പഞ്ചായത്തിലെ സ്ഥിതികളനുസരിച്ചാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ അവിടെ നിലപാടെടുക്കും. അത് LDF ആണെങ്കിൽ കുഴപ്പമില്ല, UDF ആണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ പിന്തുണക്കും. അത് പഠിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോ കുറച്ച് സീറ്റിലല്ലേ നമ്മൾ മത്സരിക്കുന്നുള്ളൂ, ബാക്കി സീറ്റുകൾ നമ്മൾ ആരെയും പിന്തുണക്കും തീർച്ചയായിട്ടും. അത് തീരുമാനിച്ചിട്ടില്ല. അത് എന്തായാലും ഈ കോർപ്പറേഷനിൽ ഒരു പൊതു തീരുമാനം ഉണ്ടാവും. ഈ കോർപ്പറേഷനിലെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഞങ്ങൾ പിന്തുണക്കും. അത് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. ഒന്നുകൂടി ഒന്ന് പഠിച്ചിട്ട് വേണം ആ വിഷയത്തിൽ. പ്രഖ്യാപിക്കും. അല്ല, അങ്ങനെ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് അതിന്റെ ഗുണഫലം ഒരു പക്ഷെ അവർക്ക് കിട്ടിയേക്കാമെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതൊന്നും കൂടി പഠിക്കേണ്ടതുണ്ട്. എന്നിട്ടാണ് അതിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയുള്ളൂ. ഒരു സാധ്യത പറഞ്ഞതാണ്, ഗുണഫലം കിട്ടിയേക്കാം എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതൊരു തീരുമാനമായി പറഞ്ഞിട്ടില്ല. അല്ല, അത് പറയാനായിട്ടില്ല. ഒന്ന് പഠിച്ചാട്ടെ. എന്നാലും ഞങ്ങളത് പറയും. ഞങ്ങൾ ഓരോ കോർപ്പറേഷനിലും ഓരോ പഞ്ചായത്തിലും ഞങ്ങൾ മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ നിലപാട് പ്രഖ്യാപിക്കും.